മച്ചൂസ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു പുതിയ ട്രിക്കായിട്ടാണ് പ്രാവശ്യം വന്നിരിക്കുന്നത്. ട്രിക്ക് എന്താണെന്ന് ഞാൻ കാട്ടിത്തരാം. അതിനു മുന്നേ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പൂക്കളും കുറച്ച് പച്ചക്കറി അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ദിവസവും രാവിലെയും വൈകുന്നേരം നനയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും അതിന് പിന്മാറുന്നു തിരക്ക് കാരണം. അപ്പോൾ അതിന് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം നിറച്ച് കൊടുത്താൽ മാത്രം മതി. അതിൻ്റെ ഒരു ടെക്നിക്കായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഹലോ, നമ്മളിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണുള്ളത്. ഇമ്പോഴുണ്ടാക്കി ചെടിച്ചട്ടി വെച്ചിട്ട് ദിവസം നനയ്ക്കാതെ എങ്ങനെ ചെടി വളർത്താമെന്നുള്ള ഒരു ടെക്നിക്കിലാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന ചെടിയിലൊക്കെ ഇപ്പോൾ വെള്ളം, ചെടിക്ക് വേണ്ട വെള്ളം അതിനാവശ്യാനുസരണം അത് വലിച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയുള്ളൊരു ടെക്നിക്ക് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് ഒരു ചെറിയ ഏർപ്പാടാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാട്ടിത്തരാം. നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതേ ഈ കാണുന്ന സെറ്റപ്പിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കല്ല് വെച്ച് കെട്ടിയ മുറ്റത്തിൻ്റെ തിണ്ടാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു 3 ഇഞ്ച് പി വി സി ഓടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം എൻഡ് ഗ്യാപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്, ഒരു ഭാഗം ഇതൊക്കെ എൽബോ വെച്ചിട്ട് ഇങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലൂടെ മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ഈ വെള്ളം തീരുന്നതിനനുസരിച്ച്. എന്നിട്ട് നമ്മൾ ഏത് അകലത്തിലാണോ ചട്ടി വയ്ക്കുന്നത് അതിനനുസരിച്ച് ഹോളിട്ട് കൊടുക്കുക. ഡ്രിൽ മെഷീൻ കൊണ്ട് ഹോളിട്ട് കൊടുക്കുക. അതുപോലെ ഈ ഹോളിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന തിരിയാണിത്. തിരി നനയ്ക്ക് ഉപയോഗിക്കുന്ന തിരിയാണ്. 20 രൂപ 22 രൂപയാണ് ഇതിന് വില. പിന്നെ ഗ്രോ ബാഗോ ചട്ടിയോ എന്താണുള്ളത് വെച്ചാൽ അത് വെച്ച് ചെയ്യാം. ഈ കാണുന്ന തിരി നമുക്ക് ചട്ടിയിൽ ഈ തിരിക്ക് ആവശ്യമായ രീതിയിൽ ഒരു ഹോളിടുക. ആ ഹോളിലൂടെ ഈ തിരി ഇങ്ങനെ കയറ്റി വയ്ക്കുക. ഒരു 3 ഇഞ്ച് പുറത്തേക്ക് ആക്കി വേണം വയ്ക്കാൻ. എന്നിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് മണ്ണ് നിറയ്ക്കുക, ചെടി വയ്ക്കുക. ചെടി വെച്ചതിന് ശേഷം ഇതേ കാണുന്നു, ഈ ഹോളിലേക്ക് ഇത് ഇങ്ങനെ ഇറക്കി വയ്ക്കുക. കറക്റ്റ് ഇറക്കി വയ്ക്കുക, ഇങ്ങനെ ഇറക്കി വയ്ക്കുക. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ, അതിൻ്റെ ഒരു സിസ്റ്റം തന്നെയാണ് ഇതിൽ വരുന്നത്. ഈ തിരി വെള്ളം വലിച്ചെടുക്കും, ആ വെള്ളം മണ്ണിലേക്ക് സ്പ്രെഡാവും, അത് ചെടി അതിൻ്റെ ആവശ്യത്തിന് വലിച്ചെടുക്കും. അത്രേ വരുന്നുള്ളൂ. വെള്ളം നിറയ്ക്കാനുള്ള എൽബോ ആണ് ഈ കാണുന്നത്. ഇതിൽ കൊതുക് മുട്ടയിടാതിരിക്കാൻ നമുക്ക് ഒരു എൻഡ് ഗ്യാപ്പ് വെച്ച് അടയ്ക്കുന്നത് നന്നായിരിക്കും. പുതുതായി വീട് വയ്ക്കുന്നവർക്കും പുതുതായി വീടിന് മുറ്റത്തിന് തിണ്ട് കെട്ടുന്നവർക്കും ആയിരിക്കും ഈ ഒരു മെത്തേഡ് കൂടുതൽ ഉപകരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെടി ഉണങ്ങിപ്പോകാതെ ചെടി നല്ല കരുത്തിൽ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇത് കണ്ടില്ലേ, ചെടിയുടെ ഇലയും പൂക്കളൊക്കെ നല്ല ഉഷാറായി നിൽക്കുന്ന ഒരു മണ്ണിൽ നന കുറഞ്ഞു പോയി എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ ചെയ്തു വെച്ചാൽ വരില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നമുക്ക് നമ്മുടെ വീടിൻ്റെ മുകളിൽ ഓപ്പൺ ടെറസിൽ പാരപ്പറ്റ് കെട്ടുന്ന അതിൻ്റെ മുകളിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ വെയിൽ കിട്ടും. നല്ല ഉപകരിക്കുന്നൊരു സ്ഥലമാണ് ആ ഏരിയ. മുറ്റത്തിൻ്റെ തിണ്ടിലും പാരപ്പറ്റിൻ്റെ മുകളിലും ചെയ്യാൻ കഴിയാത്തവർക്ക് മുറ്റത്ത് നല്ല വെയിലുള്ള സ്ഥലത്തും നല്ല നിരപ്പായ സ്ഥലത്തും ചെയ്തെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണ് ഈ കാണുന്നത്. ഇതിൽ നമ്മൾ തിണ്ടിന് പകരം ഇഷ്ടിക വെച്ച് ചട്ടി ബാലൻസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒരുപോലെ തന്നെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവുമെന്ന് നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ വേണ്ടി കൂടെ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ.